ഞങ്ങളെ സഹായിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. എല്ലാവരും സഹായിക്കണം. എല്ലാവരും എന്നെ സഹായിക്കണം. ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നാട്ടുകാരോട് എല്ലാവരോടും ഞങ്ങളെ കൈപിടിയിലാന്നില്ല ഉറപ്പാണ്. അത് ഞങ്ങൾ ഇത്രയും വേഗം ഈ എരുതിന്ന് രക്ഷപ്പെടുത്തി തരണം. തീർച്ചയായിട്ടും സഹായിക്കട്ടോ, ആളുകൾ സഹായിക്കട്ടോ, ധൈര്യമായിട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തുവൂർ പഞ്ചായത്തിലെ നീലാഞ്ചാരി കുണ്ടലം പാടത്ത് പന്തപ്പാടൻ അബ്ദുക്കായുടെ മകൻ ഷഫീഖ് എന്ന് പറയുന്ന 34 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ജീവിക്കാനുള്ള മോഹം കൊണ്ട്, കൊതി തീരാത്ത ആഗ്രഹം കൊണ്ട് ഇരു വൃക്കകളും തകരാറിലായി അടിയന്തരമായി ഈ പൊന്നുമ്മയുടെ മകന്റെ വൃക്ക മാറ്റിവെക്കണം. ആ സങ്കടകരമായ അവസ്ഥ കാരുണ്യ മനസ്സുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ആഴ്ചയിൽ 4 ഡയാലിസിസ് നടത്തുന്ന ഈ കുടുംബം സാധാരണ കുടുംബമാണ്. കല്യാണം കഴിഞ്ഞ് 6 മാസം ആയിട്ടുള്ളൂ. ഡോണർ ഇല്ല. ഇവർക്ക് കൊടുക്കാനുള്ള സൗകര്യവും ആരോഗ്യസ്ഥിതിയും അനുവദിക്കുന്നില്ല, മാച്ചാവുന്നില്ല. ടെസ്റ്റുകളൊക്കെ ചെയ്തു, ഇവർക്ക് പാകമല്ല. നിങ്ങളൊന്ന് സഹായിച്ചാൽ, കാരുണ്യ മനസ്സുള്ള ആളുകൾ ഒന്ന് സഹായിച്ചാൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഒന്ന് സഹായിച്ചാൽ ഷഫീഖിനെ നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ കാണുന്ന ആളുകളൊക്കെ ഒരു നാട് ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഐക്യകണ്ഠേന രാഷ്ട്രീയത്തിന് അതീതമായി, മതജാതി ചിന്തകൾക്ക് അതീതമായി ജനകീയ കമ്മിറ്റിയും MLA യും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം 100 കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഒരു പൊതുവിഷയം എന്നുള്ള നിലയ്ക്ക് കാരുണ്യ മനസ്സുകൾക്ക് മുമ്പിൽ കൈകൂപ്പാൻ വേണ്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരന്റെ വിഷയം, അർഹതപ്പെട്ട വിഷയം, 100% അർഹതപ്പെട്ട വിഷയം നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു നിമിത്തം മാത്രമാണ്. ഞാൻ സഹായിക്കേണ്ടത് ആരാണ്? ജനങ്ങളാണ്. എന്നെ കേൾക്കുന്ന ആളുകൾ, ഞങ്ങളെ കാണുന്ന ആളുകൾ, ഈ ഉമ്മയുടെ സങ്കടം ഒന്ന് മാറ്റിക്കൊടുക്കണേ. ഈ ഉമ്മയുടെ മകനെ ഒന്ന് നിങ്ങൾ തിരിച്ചു കൊടുക്കണേ. 6 മാസം കല്യാണം കഴിച്ച ആ ഭാര്യയ്ക്ക് ഒരു പുതിയ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ, ഷഫീഖിന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആളുകൾ ഒന്ന് സഹായിക്കണമേ എന്ന് നിങ്ങൾക്ക് മുമ്പിൽ കൈകൂപ്പി ഞാൻ അപേക്ഷിക്കുകയാണ്. ജനങ്ങളുടെ ശബ്ദമായി ഒരു നാടിന്റെ പ്രയാസത്തിൽ ഓടിയെത്തി ബഹുമാനിനും ആദരണീയമായിട്ടുള്ള അനിൽകുമാർ സാർ MLA അവർ ഇവിടെ ഉണ്ട്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു നാടിന്റെ ഒരു പൊതുവായ ഒരു കൂട്ടായ്മയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസവും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കുടുംബമാണ് ഷഫീഖിൻ്റെത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നമ്മുടെ നാട്ടിലെ, കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന, മലപ്പുറം ജില്ലയിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്നിടത്ത് ഒരുപാട് കൈകൾ വന്ന് സഹായം നൽകുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, മലപ്പുറം ജില്ലയിൽ അദൃശ്യമായ കരങ്ങളാണ് ഓരോ പാവപ്പെട്ട രോഗിയും സഹായിക്കുന്നത്. ഗതികേട് കൊണ്ടാണ് ഇതുപോലുള്ള ആളുകൾ, ഗതികേട് കൊണ്ടാണ്. ഒരാഗ്രഹവും വീഡിയോയിൽ നിൽക്കാൻ ഇവർക്കൊന്നും ആഗ്രഹമില്ല. ഗതികേട് കൊണ്ട്, വേറെ മാർഗങ്ങളില്ലാത്തത് കൊണ്ട് വിധിക്ക് മുമ്പിൽ പകച്ചു നിന്നാണ് ഈ കുടുംബം നമ്മൾക്ക് മുമ്പിൽ അപേക്ഷിക്കുന്നത്. എല്ലാ രേഖകളുമുണ്ട്. MLA കത്ത്, വെരിഫിക്കേഷൻ, പോലീസ് വെരിഫിക്കേഷൻ, MP കത്ത്, ജനപ്രതിനിധികളുടെ കത്ത്, എല്ലാം സുതാര്യമായി ജനുവിനായി നിങ്ങളുടെ സഹായത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു യോഗമുണ്ട് ഷഫീഖിന് വേണ്ടി ഞങ്ങൾ ഒരുമിക്കുന്നു പറഞ്ഞപ്പോ ഈ നാട്ടിലെ കാരണവർ, പ്രിയപ്പെട്ട എനിക്ക് പേര് പോലും അറിയില്ല, പാപ്പിച്ചിക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ സഹായിച്ച് ആ കുട്ടീനെ വിജയിക്കുന്ന പറഞ്ഞാൽ ഒരു രോഗി തന്നെയല്ലേ. അപ്പോൾ ഓന് നമ്മളെ ഇവിടുത്തെ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. അത് തന്നെ കണ്ണീര് വന്നിട്ട് മറ്റൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ട് വിഷമം. അപ്പോൾ അങ്ങനെ കടന്നിട്ടിപ്പോൾ കുറേ ആയി. നമ്മളെ അയൽവാസിയാണ്, ഞങ്ങൾ സ്വന്തം ആളുമാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വിജയിക്കേണ്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് വിജയിപ്പിക്കണം എന്നില്ല നമുക്ക് കൂടുതൽ. പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കും. 34 വയസ്സായ ഈ ചെറുപ്പക്കാരന്റെ 2 വൃക്കകളും തകരാറിലായി. തന്നെ ഇവിടെ സർവകക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും മത, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഈ വീഡിയോ കാണുന്ന ലോകത്തുള്ള എല്ലാവരും ഈ ഷഫീഖിനെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു രോഗം ഇനി നമ്മുടെ ഇടയിൽ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. 35 ലക്ഷം രൂപയാണ്, വലിയ തുകയാണ്. ഈ ജനങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണം എന്നറിയാതെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുണ്ട്. ഭൂമിയിലുള്ളവനോട് കരുണ കാണിച്ചാൽ ആര് നമ്മളോട് കരുണ കാണിക്കും? ആകാശത്തുള്ളവൻ കരുണ കാണിക്കും. സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ ഷഫീഖ് ഇവിടെ മരണപ്പെട്ടുകൂടാ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിട്ട് ഒരു 10 രൂപ നമുക്ക് മാറ്റിവെക്കാൻ നമ്മൾ മനസ്സില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്ന് കണ്ട് ഒരു 10 രൂപ സഹായിക്കാൻ പറ്റാത്ത ആളുകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കാൻ പറ്റുന്ന കാരുണ്യ മനസ്സുള്ള ആളുകളിലേക്ക് എത്തിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.